ജൂലൈ 30 വടക്കാഞ്ചേരി ഓട്ടുപാറ വ്യാപാരികളെ സംബന്ധിച്ച് ദുഃഖത്തിന്റെ ദിവസമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി.എൻ. ഗോകുലൻ. അനാശാസ്ത്രീയമായ ഉദ്യോഗസ്ഥരുടെ നടപടി കാരണം മേന്മേട് വെള്ളപ്പൊക്കം വാഴാനി പരിപൂർണമായി നിറഞ്ഞപ്പോൾ തുറന്നുവിടുകയും തുടർച്ചയായി മഴ പെയ്തതുമൂലം വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലകൾ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. അതേ തുടർന്ന് വ്യാപാരികൾ ദുരിതത്തിലായി. ജൂലൈ 30 വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലകളിലെ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ദുഃഖദിനമാണ്. ഇപ്പോൾ നമ്മൾ പല ദിനങ്ങളും ആചരിക്കുന്നുണ്ടല്ലോ ഒരു കൊല്ലത്തിൽ. അതേപോലെ വ്യാപാരികളെ സംബന്ധിച്ച് വടക്കാഞ്ചേരി ഇന്ന് ദുഃഖത്തിൻ്റെ ദിനമാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അശാസ്ത്രീയമായ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി കാരണം മാൻമെയ്ഡ് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ഒരു ദിവസമാണെന്ന്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വാഴാനി അവസാന നിമിഷം വരെ കാത്തിരുന്ന് പരിപൂർണമായി നിറഞ്ഞപ്പോൾ വിടുകയും അതോട് ബന്ധപ്പെട്ട് തുടർച്ചയായും മഴയും ഉണ്ടായപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലകളിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. മിന്നൽച്ചുഴി എന്ന് പറയുന്നത് മഹാപ്രളയമായി മാറിയ ഈ 2024 ജൂലൈ 30 ഒരു നേരത്തെ പറഞ്ഞ പോലെ ദുഃഖദിനമാണ്. നൂറുകണക്കിന് വ്യാപാരികളുടെ അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സ്വത്ത് കംപ്ലീറ്റ് വെള്ളത്തിൽ ഒലിച്ചു പോയൊരു ദിവസമാണ്. ഒരുപാട് ദുഃഖകരമായ അവസ്ഥയാണ് അവരെയൊക്കെ സംബന്ധിച്ച് ഇന്നുള്ളത്. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ പരിപൂർണമായി നശിച്ച് പുതിയതായി തുടങ്ങാൻ സാധിക്കാതെ ഷട്ടറുകൾ അടച്ചു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലകളിലുള്ളത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള സർക്കാരിലേക്ക് നികുതിയായിട്ടും രജിസ്ട്രേഷനായിട്ടും തൊഴിൽ നികുതിയായിട്ടും വാടകയായിട്ടും കോടിക്കണക്കിന് രൂപ ഒരു കൊല്ലം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ വ്യാപാരികളുടെ കണ്ണുനീരൊപ്പാൻ ഒരു സർക്കാരും നമ്മുടെ വ്യാപാരികൾക്ക് അടുത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് നിവേദനങ്ങൾ നടത്തിയെങ്കിലും ആ നിവേദനത്തിനൊന്നും യാതൊരു മറുപടിയില്ലാതെ അവരുടേതായ വഴിയിൽ കൂടെ മുന്നോട്ട് പോയി വ്യാപാരികളെ വഴിയാധാരമാക്കിയിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ദുഃഖസ്മൃതിയാണ് ഇന്ന്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാരികളുടെ നെഞ്ചു പിളർക്കുന്ന തരത്തിലുള്ള ആ മഹാപ്രളയത്തിൽ അവരുടെ കുടുംബം, അവരുടെ സ്വത്തുക്കൾ, അവരുടെ ജീവിത സമ്പാദ്യം അവസാനം ബാങ്കിലുള്ള ലോൺ മാത്രം ബാക്കിയായിക്കൊണ്ട് ജീവിതം ഒരുവിധം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഒരു കൊല്ലം എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്.